നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2008 മുതൽ 2012 വരെ 4 വർഷക്കാലം FC ബാഴ്സലോണയെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് പെപ് ഗാർഡിയോള. നമുക്കറിയാം, ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. ഇക്കാലയളവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ സ്വന്തമാക്കാൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു. പെപ്പ് ബാഴ്സലോണ വിട്ടതിനു ശേഷം ആ നിലവാരത്തിലുള്ള ഒരു പരിശീലകനെ പിന്നീട് ബാഴ്സലോണക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പെപ് ഗാർഡിയോളയാവട്ടെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അവരുടെ ഒരു സുവർണ കാലഘട്ടം സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പെപ്പിന് കീഴിൽ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഇതിഹാസമാണ് ജെറാർഡ് പീക്കെ. അദ്ദേഹം ഇപ്പോൾ ഈ പരിശീലകനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഗാർഡിയോള ഭാവിയിൽ FC ബാഴ്സലോണയുടെ പരിശീലകനായി കൊണ്ട് തന്നെ തിരിച്ചെത്തും എന്ന കാര്യം തനിക്കുറപ്പാണ് എന്നാണ് ഇപ്പോൾ പീക്കെ പറഞ്ഞിട്ടുള്ളത്. ചാവിയുടെ പകരക്കാരായിക്കൊണ്ട് പെപ്പ് അതുപോലെ തന്നെ ആർട്ടിറ്റ എന്നിവരിൽ ഒരാൾ വരണമെന്നും പീക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രമുഖ മാധ്യമമായ ദി ടൈംസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സയുടെ കളിശൈലി വ്യക്തമായി അറിയുന്ന ഒരു പരിശീലകനായിരിക്കണം ബാഴ്സലോണയെ പരിശീലിപ്പിക്കാൻ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനുകൾ കുറവാണ്. ഒന്ന് പെപ് ഗാർഡിയോളയാണ്. അദ്ദേഹം മുൻപ് FC ബാഴ്സലോണയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകൻ പെപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ആഴ്സണൽ പരിശീലകനായ ആർട്ടറ്റയാണ്. അദ്ദേഹവും മികച്ച ഒരു പരിശീലകനാണ്. ബാഴ്സലോണയെ അദ്ദേഹത്തിന് അറിയാം. മുമ്പ് അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഞാൻ പെപ്പിനോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. തീർച്ചയായും അദ്ദേഹം ബാഴ്സലോണയിൽ പരിശീലകനാവാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. ഇതാണ് ഇപ്പോൾ പീക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിന് ശേഷം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചാവി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ഒരു പരിശീലകനെ ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. 2025 വരെ മാഞ്ചസ്റ്റർ സിറ്റിയുമായി പെപ്പിന് കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിറ്റിയിൽ തുടരുകയാണ് ചെയ്യുക. ആർട്ടറ്റ ബാഴ്സലോണയുടെ പരിശീലകനായിക്കൊണ്ട് എത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ റൂമറുകൾ ഈ പരിശീലകൻ തന്നെ നിരസിച്ച് കളഞ്ഞിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.